സൂര്യണ്ണൻ, ലാലേട്ടൻ, ആര്യ ഇവർ മൂന്നുപേരും മരിച്ചഭിനയിച്ച സിനിമയാണ് സുഹൃത്തുക്കളെ കാപ്പാൻ. ഈ പടത്തിൽ നമ്മളെ ലാലേട്ടൻ ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ ആണ് സുഹൃത്തുക്കളെ. ഇത് മാത്രമല്ല സുഹൃത്തുക്കളെ, ഇദ്ദേഹം ഒരു പച്ചൈ തമിഴനും കൂടിയാണ്. പച്ചൈ തമിഴൻ. ഈ കാപ്പാൻ എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാപ്പാൻ യൂണിവേഴ്സ് ഭൂമിയിലെ എല്ലാ രാജ്യക്കാർക്കും തമിഴ് അക്ഷരസ്ഫുടതയോടെ പറയാനും മനസ്സിലാക്കാനും സാധിക്കും. തറയക്കട ഇഴഞ്ഞു പോണ പുഴുവിന് വരെ തമിഴ് അറിയാം. ഇത് പറയാനുള്ള കാരണം ഞാൻ വിളമ്പിത്തരാം. നമ്മുടെ ലാലേട്ടനായ പ്രൈം മിനിസ്റ്റർ ലണ്ടനിലോട്ട് എഴുന്നള്ളുകയാണ് സുഹൃത്തുക്കളെ. അവിടുത്തെ ബിസിനസ് മാഗ്നറ്റായ ഇന്ത്യക്കാരെ കാണാൻ വേണ്ടി. എന്നിട്ട് നമ്മളെ PM സ്റ്റേജിൽ വന്ന് കയറിയതിനു ശേഷം തമിഴിൽ അങ്ങ് അഘോരാത്രം പ്രസവിക്കണം. മോനെ ഇങ്ങ കല്യാണத்துக்கு முன்னாடி பண்ணி ക്ഷമിക്കണം, കല്യാണத்துக்கு മുന്നാടി ലവ് പണിയവർ യാരെങ്കിലും ഇറുക്കുമ്പോൾ കണ്ണുങ്കിൽ കൈപൊക്കുങ്ക. അന്നേരം ഫ്രണ്ടിലിരിക്കുന്ന എല്ലാ ടീമുകളും കൈപൊക്കണമെന്ന്. ഞാൻ പണി അപ്പൊ ലണ്ടനിലുള്ള ഇന്ത്യക്കാർ മൊത്തം തമിഴന്മാരാണെന്ന്. അന്തരെങ്കിലുമൊക്കെ അവിടെ ഇനിയിപ്പോ ഇവര് തമിഴരെ മാത്രമാണ് വിളിച്ചെങ്കില. എന്നാൽ സുഹൃത്തുക്കളെ ഇല്ല ഇരിക്കുന്ന ഷണ്ണാപ്പാഞ്ചി അങ്ങ് പാകിസ്ഥാനിലെ ഹൈക്കമ്മീഷനാണ് അങ്ങേര്. ഇയാൾ വന്നിട്ട് അപ്പുറത്തിരിക്കുന്ന ആശാന്റെ അടുത്ത് സംസാരിക്കണമെന്ന്. അപ്പുറത്തിരിക്കുന്ന മാമനാണെന്നുണ്ടെങ്കിൽ തമിഴാണ് സംസാരിക്കുന്നത്. ഇയാൾ ഇംഗ്ലീഷിൽ മറുപടി കൊടുക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങേര് തമിഴ് സംസാരിക്കുന്നു. തോന്നടേ ഇതൊക്കെ. ഇനി പോകാൻ പോണത് കാശ്മീരിലോട്ടാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ. അവിടെ ചെല്ലുമ്പോഴത്തേക്കും കാശ്മീരിലുള്ള കൊച്ചു ഞവന്ത് പിള്ളേർ ഏതോ ഒരു തമിഴ് പാട്ട് പാടുന്നു. എന്നൈ മറ്റു നിன்று എன்ற ദേശം ഉണ്ട് നിങ്ങൾ വന്ന് നിன்று ഓടിപ്പോയ കാലം, അങ്ങനെയൊക്കെ പറഞ്ഞൊരു തമിഴ് പാട്ട്. കാശ്മീരി ഉള്ളവർ എങ്ങനെയാണ് ഈ തമിഴ് പഠിച്ചതെന്ന്. അത് മാത്രമല്ലെന്ന്, ഈ കാണുന്ന കൊച്ചു ഞവന്തുകളെ തന്തമാരത് കേട്ടിട്ട് കരയണമെന്ന്. അത്രയ്ക്കും വിഷമം ഉണ്ടായിരുന്നു ആ പാട്ടില്. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എടാ പഞ്ചാബിടാ, എന്തിനു കേട്ടിട്ടാ നീ ദുഃഖിക്കുന്ന? അത് കഴിഞ്ഞ് നമ്മളെ PM സാർ സ്റ്റേജിൽ വന്ന് പ്രസംഗിക്കുകയാണ് തമിഴിൽ, അതും ഈ കാശ്മീരികളെ ഫ്രണ്ടിൽ. ആ പ്രസംഗം കേട്ടതിന് ശേഷം എല്ലാം ചാടി നിന്ന് തുള്ളി കൈയടിക്കുമെന്ന്. ഇവിടെ നിനക്കൊക്കെ ഹിന്ദി മാത്രം അറിയാവുള്ളൂ, അത് നീ മറക്കരുത് നിങ്ങൾ. ഇത് കേട്ടിട്ട് സഹിക്കാൻ പോയത് ഈ ആശാന എല്ലാണോ കൂടെ ചേർന്ന് അടിച്ചു കൊല്ലുന്നു. അത് കഴിഞ്ഞ് പിന്നെ PM ആവാൻ പോവുകയാണ് നമ്മുടെ ആര്യ. ആര്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ PM സാറിന്റെ മകനാണ്. അപ്പോൾ ആര്യ PM ആയതിനു ശേഷം ഒരു പ്രസ് മീറ്റ് വിളിക്കുകയാണ് സുഹൃത്തുക്കളെ. തന്ത ചത്തിട്ട് ഒരാഴ്ചയായിട്ട് ആയതേ ഉള്ളൂ. പ്രസ് മീറ്റിൽ വന്നങ്ങ് കോമഡി തള്ളുവന്നു. ഞാൻ ഇങ്ങ വന്നത് ഇപ്പോൾ നിൽക്കുന്നതും എല്ലാമേ உங்களுக்கு വേണ്ടി അല്ലൈ, ഇങ്ങ വന്നത് വെച്ച് ഞാൻ ഇപ്പോൾ നിൽക്കുന്നതുമെന്ന് നിൽക്കുന്നതില്ലാതെ ഒന്ന് ആശാൻ പ്രസംഗിക്കുമ്പോഴത്തേക്കും അവിടെ നിൽക്കുന്നവന്മാരങ്ങ് പൊട്ടിച്ചിരിക്കുന്നു. ആ ചിരിക്കുന്നവന്മാരെ നിങ്ങളൊന്ന് നോക്കിയാണ്ടേ സായിപ്പന്മാരെന്ന്. സായിപ്പടാ എടാ, തമിഴ് നിനക്ക് എന്തോന്ന് മനസ്സിലാക്കിയിട്ടാ നീ ചിരിക്കുന്ന ഇങ്ങനെ പൊട്ടി. അതാണ് സുഹൃത്തുക്കളെ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഈ കാപ്പാൻ യൂണിവേഴ്സിൽ മൊത്തം ആൾക്കാർക്കും തമിഴ് അറിയാം. എർത്ത് തമിഴേഷ് 4022 ആയിരിക്കും ചിലപ്പോൾ. ഇതിലായാലും കൊള്ളാം. ശരി എന്നാ പോണു.